ഇന്നത്തെ നമ്മുടെ ടോപ്പിക് അക്കൗണ്ടിംഗ് ഇക്വേഷൻ. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ. പിന്നെ നമ്മൾ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്നും പറയാറുണ്ട്. അതൊരു അക്കൗണ്ടൻസിയിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ. അക്കൗണ്ടിംഗ് ഇക്വേഷൻ ഇങ്ങനെയാണ്: asset is equal to equities. Here asset means properties of a business plus the amount due from others. അസറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ കയ്യിലുള്ള ഓണർഷിപ്പിലുള്ള പ്രോപ്പർട്ടീസും ആ ബിസിനസ്സിന് മറ്റുള്ള ഔട്ട്സൈഡേഴ്സിൽ നിന്ന് കിട്ടാനുള്ള ഡ്യൂസും ഒരുമിച്ച് കൂട്ടിയാൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് അസറ്റ്സ്. ദെൻ ഇക്വിറ്റീസ് എന്ന് പറഞ്ഞാൽ there are two types of equities: ഓണേഴ്സ് ഇക്വിറ്റി ആൻഡ് ഔട്ട്സൈഡേഴ്സ് ഇക്വിറ്റി. രണ്ട് തരം ഇക്വിറ്റികളുണ്ട്. ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറയും, മറ്റൊന്ന് ഔട്ട്സൈഡേഴ്സ് ഇക്വിറ്റി. ദേ ഹാവ് ക്ലെയിം ഓൺ ബിസിനസ്. ഓണർ ഹാവ് എ ക്ലെയിം ഓൺ ബിസിനസ്. ഇറ്റ് ഈസ് ദ ക്യാപിറ്റൽ. ഓണർക്ക് ബിസിനസ്സിൽ ഒരു ക്ലെയിം ഉണ്ട്, അതാണ് അയാളുടെ ക്യാപിറ്റൽ. അപ്പോൾ ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഔട്ട്സൈഡേഴ്സ് എന്ന് പറയുമ്പോൾ ബിസിനസ്സിന് പല രീതിയിലും ക്രെഡിറ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സപ്ലയേഴ്സ് ആവാം, മറ്റു ഔട്ട്സൈഡേഴ്സ് ഒക്കെ ആവാം. ദേ ഹാവ് ആൾസോ എ ക്ലെയിം ഓൺ ബിസിനസ്. അപ്പോൾ അവരുടെ ക്ലെയിമിനെ നമ്മൾ പറയുന്ന പേരാണ് ഔട്ട്സൈഡേഴ്സ് ഇക്വിറ്റി. അതിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ് ലയബിലിറ്റീസ്. അപ്പോൾ ഇക്വിറ്റീസ് എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായിട്ടും രണ്ടെണ്ണമാണുള്ളത്. രണ്ട് കാര്യങ്ങളാണ്: ഒന്ന് ക്യാപിറ്റലും, രണ്ട് ലയബിലിറ്റി. ഇതൊരു ഇക്വേഷൻ ഓഫ് ഇക്വാലിറ്റിയാണ് ഇതിൽ പറയുന്നത്. എന്താണ്? അസറ്റ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഓഫ് ഇക്വിറ്റീസ്. അപ്പോൾ നമ്മളൊരു ബിസിനസ്സിലെ ഏത് സമയത്തെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു പ്രത്യേക ടൈമിൽ ആ ബിസിനസ്സിലെ എല്ലാ അസറ്റുകളുടെ ടോട്ടലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ അസറ്റുകളുടെ ടോട്ടൽ നമ്മൾ കണ്ടെത്തുക. അറ്റ് ദ സെയിം ടൈം അതേ സമയത്ത് തന്നെ നമ്മൾ ആ ബിസിനസ്സിൻ്റെ ബാധ്യതകൾ എത്ര ഉണ്ട്, ലയബിലിറ്റീസ് എത്ര ഉണ്ട് ടോട്ടൽ ചെയ്യുക. ആ സമയത്തുള്ള ക്യാപിറ്റൽ എത്ര ഉണ്ട് അതും കണ്ടെത്തുക. അങ്ങനെ ക്യാപിറ്റലും ലയബിലിറ്റിയും ടോട്ടൽ ചെയ്താൽ കിട്ടുന്ന ആ എമൗണ്ടിന് തുല്യമായിരിക്കും നമ്മൾ നേരത്തെ ടോട്ടൽ ചെയ്ത് വെച്ചിട്ടുള്ള അസറ്റിൻ്റെ എമൗണ്ട്. ഇതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ പറയുന്ന കാര്യം. ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഇലുസ്ട്രേഷനാണ് ഈ വീഡിയോയിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബിസിനസ്സിൽ ഓരോ ട്രാൻസാക്ഷൻസ് കഴിയുമ്പോഴും നമുക്ക് ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ ട്രൂ ആണോ എന്നുള്ളത് പരിശോധിക്കാൻ പറ്റും. ഓരോ ട്രാൻസാക്ഷൻ കഴിയുമ്പോഴും നമ്മുടെ അസറ്റിലും ലയബിലിറ്റിയിലും ക്യാപിറ്റലിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മളതിനെ റീകാൽക്കുലേറ്റ് ചെയ്ത് ഈ പറയുന്ന അസറ്റിൻ്റെ എമൗണ്ട് ക്യാപിറ്റലും ലയബിലിറ്റിയും തമ്മിലുള്ള അവയുടെ എമൗണ്ടുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അത് ഈക്വൽ ആണെന്നുള്ളത് പ്രൂവ് ചെയ്യുന്ന ഒരു ഇലുസ്ട്രേഷനാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഇലുസ്ട്രേഷനിലേക്ക് പോവാം. ഇലുസ്ട്രേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് അസറ്റ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ബിസിനസ്സിൽ എപ്പോഴാണ് അസറ്റ് വർദ്ധിക്കുന്നത്, ഒരു ബിസിനസ്സിൽ എപ്പോഴാണ് അസറ്റ് കുറയുന്നത്, അതുപോലെ തന്നെ ലയബിലിറ്റീസ് കൂടുന്നതും കുറയുന്നതും എപ്പോഴാണ്, ക്യാപിറ്റൽ കൂടുന്നതും കുറയുന്നതും എപ്പോഴാണ് എന്നുകൂടി നമ്മൾ ഈ ഇലുസ്ട്രേഷൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അസറ്റ് വർദ്ധിക്കുന്നത് ബിസിനസ്സിലേക്ക് പണം കിട്ടുന്ന സമയത്ത് അസറ്റ് വർദ്ധിക്കും, സ്റ്റോക്ക് കിട്ടുന്ന സമയത്ത് അസറ്റ് വർദ്ധിക്കും, ഫിക്സഡ് അസറ്റുകൾ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് അസറ്റ് വർദ്ധിക്കും. അതേസമയം ഇതെല്ലാം ബിസിനസ്സിൽ നിന്ന് പോകുന്ന സമയത്ത്, ക്യാഷ് പോകുന്ന, പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് നമ്മളുടെ അസറ്റ് കുറയും. ഇനി എപ്പോഴാണ് ഒരു ലയബിലിറ്റി വരുന്നത്? ക്രെഡിറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, ഒരു ലോൺ ഫെസിലിറ്റി നമ്മൾ അവൈൽ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളുടെ ബാധ്യത വർദ്ധിക്കും. ബാധ്യതകൾ കുറയുന്നത്, ലയബിലിറ്റി കുറയുന്നത്, ഇത്തരം ബാധ്യതകൾ നമ്മൾ കൊടുത്തു തീർക്കുമ്പോഴാണ് ലയബിലിറ്റീസ് കുറയുന്നത്. ദെൻ ക്യാപിറ്റൽ വർദ്ധിക്കുന്ന കാര്യം നോക്കാം. ബിസിനസ്സിലേക്ക് ഓണർ
ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ വർദ്ധിക്കും. അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നാലും ക്യാപിറ്റൽ വർദ്ധിക്കും. അതുപോലെ ഡ്രോയിങ്സ് വല്ലതും നടത്തുകയാണെങ്കിൽ, ബിസിനസ്സിൽ നിന്ന് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ, ക്യാഷോ മറ്റ് സാധനങ്ങളോ ബിസിനസ്സിൽ നിന്ന് അയാളുടെ പേഴ്സണൽ പർപ്പസിന് വേണ്ടി വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ക്യാപിറ്റൽ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. അതുപോലെ ക്യാപിറ്റൽ വർദ്ധിക്കുന്ന 1-2 കാര്യങ്ങൾ കൂടിയുണ്ട്. പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിലും ബിസിനസ്സിലെ ക്യാപിറ്റൽ വർദ്ധിക്കും. അതുപോലെ തന്നെ അതിന് പകരം ലോസ് ആണെങ്കിൽ, നഷ്ടം വരികയാണെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ എന്ത് ചെയ്യും? കുറയും. അപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഇറ്റ് വിൽ അഫക്റ്റ് ക്യാപിറ്റൽ. അതേ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഇൻകത്തിനും എക്സ്പെൻസിനും. ബിസിനസ്സിലേക്ക് റവന്യൂസ്, ഇൻകംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്യാപിറ്റൽ വർദ്ധിക്കാനുള്ള കാരണങ്ങളാണ്. അതുപോലെ എക്സ്പെൻസുകൾ വരികയാണെങ്കിൽ അത് ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യാനുള്ള കാരണമാണ്. ഇത്തരം കാര്യങ്ങൾ കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി ഇക്വേഷനിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, നമുക്ക് അസറ്റും ലയബിലിറ്റീസും അറിയാം. ക്യാപിറ്റൽ കണ്ടെത്തണമെങ്കിൽ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ലയബിലിറ്റീസ്. അപ്പോൾ അസറ്റും ലയബിലിറ്റീസും അറിയുമെങ്കിൽ ക്യാപിറ്റൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ അസറ്റും ക്യാപിറ്റലും നമുക്ക് അറിയുമെങ്കിൽ നമുക്ക് എന്തും കണ്ടെത്താൻ പറ്റും? ലയബിലിറ്റീസും കണ്ടെത്താം. ലയബിലിറ്റീസ് ഇസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ക്യാപിറ്റൽ. അപ്പോൾ ഇത്രയാണ് അക്കൗണ്ടിങ് ഇക്വേഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് ഈ അക്കൗണ്ടിങ് ഇക്വേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫോർമാറ്റാണ്. അതിൽ ഓരോ ട്രാൻസാക്ഷൻസ് എഴുതി കഴിയുമ്പോഴും ഈ ഇക്വേഷൻ ട്രൂ ആണോ എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഫോർമാറ്റാണ് ഇത്. ചില വ്യത്യാസങ്ങളൊക്കെ വന്നിരിക്കാം. അപ്പോൾ അതിലാദ്യം നമ്മൾ ട്രാൻസാക്ഷൻ്റെ സീരിയൽ നമ്പർ എഴുതും. ട്രാൻസാക്ഷൻ ഇവിടെ നമ്മൾ എഴുതി ചേർക്കും. ഓരോ ട്രാൻസാക്ഷൻസ് കഴിയുമ്പോഴും അത് വരുത്തുന്ന അസറ്റിൽ വരുന്ന മാറ്റങ്ങൾ, ലയബിലിറ്റിയിൽ വരുന്ന മാറ്റങ്ങൾ, ക്യാപിറ്റലിൽ വരുന്ന മാറ്റങ്ങളൊക്കെ അതിന് തൊട്ട് താഴെയായിട്ട് എഴുതി ചേർത്ത് ആണ് നമ്മൾ ഈ ഇലിസ്ട്രേഷൻ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇലിസ്ട്രേഷൻ തുടങ്ങാം. അനലൈസ് ദ ഇഫക്റ്റ് ഓഫ് ഈച്ച് ട്രാൻസാക്ഷൻ ഓൺ അസെറ്റ്സ്, ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റീസ് ആൻഡ് ഷോ ദാറ്റ് ദ ബോത്ത് സൈഡ്സ് ഓഫ് അക്കൗണ്ടിങ് ഇക്വേഷൻ റിമെയിൻസ് ഈക്വൽ. അക്കൗണ്ടിങ് ഇക്വേഷനാണ് അസറ്റ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അപ്പോൾ ഈ ഇലിസ്ട്രേഷനിൽ നമ്മൾ ചെയ്യേണ്ടത് ഓരോ ട്രാൻസാക്ഷൻസ് കഴിയുന്ന സമയത്തും അസറ്റിന് ഈക്വലാണ് ലയബിലിറ്റിയും ക്യാപിറ്റലും കൂട്ടിക്കഴിഞ്ഞാൽ എന്നാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അതിൽ കുറച്ച് ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ട്. ഒന്ന് ഇൻട്രൊഡ്യൂസ്ഡ് ₹8 lakh ആസ് ക്യാഷ് ആൻഡ് സ്റ്റോക്ക് ₹50,000. ഇങ്ങനെ തുടങ്ങി 12 ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ട്. ഓരോ ട്രാൻസാക്ഷൻസും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ച ചെയ്യാം. ഈ ഇലിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും ട്രാൻസാക്ഷനിൽ ഏതൊക്കെ അസറ്റുകൾ വരുന്നുണ്ട് എന്ന് നമ്മൾ ആദ്യം കണ്ടെത്തണം. അതുപോലെ ഏതൊക്കെ ലയബിലിറ്റീസ് വരുന്നുണ്ട്. ഈ 2 കാര്യങ്ങൾ ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ ട്രാൻസാക്ഷൻ എഴുതാനുള്ള സ്പേസ് ഇല്ല, അതുകൊണ്ട് സീരിയൽ നമ്പർ മാത്രമേ ഞാനിവിടെ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ട്രാൻസാക്ഷൻസ് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അസറ്റുകൾ ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്യാഷ്, സ്റ്റോക്ക്, മെഷീനറി, ബാങ്ക്, ഫർണിച്ചർ, ഡെറ്റേഴ്സ്. ഇതൊക്കെയാണ് ആ ട്രാൻസാക്ഷനിൽ വരുന്ന പ്രധാനപ്പെട്ട അസറ്റ്. ലയബിലിറ്റീസ് ഒരു ക്രെഡിറ്റേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. ദെൻ ക്യാപിറ്റൽ. ഞാൻ ഏറ്റവും മുകളിൽ ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അസറ്റ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഇനി നമുക്ക് ഒന്നാമത്തെ ട്രാൻസാക്ഷൻ നോക്കാം. ഒന്നാമത്തെ ട്രാൻസാക്ഷനിൽ പറയുന്നത് ഇൻട്രൊഡ്യൂസ്ഡ് ₹8 lakh ആസ് ക്യാഷ് ആൻഡ് സ്റ്റോക്ക് ₹50,000. ഈ ബിസിനസ് തുടങ്ങാൻ വേണ്ടി 8 ലക്ഷം രൂപ ക്യാഷും അതുപോലെ തന്നെ സ്റ്റോക്കായി 50,000 രൂപയുടെ സ്റ്റോക്കും ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു, ഇൻട്രൊഡ്യൂസ് ചെയ്തു. അഥവാ ബിസിനസ്സിൽ ഡീൽ ചെയ്യുന്ന ഗുഡ്സ് അയാളുടെ വീട്ടിലുണ്ട് അല്ലെങ്കിൽ അയാളുടെ കൈവശമുണ്ട്. അത്തരം സ്റ്റോക്കും അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ട്രാൻസാക്ഷൻ്റെ ഇഫക്റ്റ് എന്താണെന്നുള്ളത് പരിശോധിക്കാം. അപ്പോൾ ആദ്യം സീരിയൽ നമ്പർ കൊടുത്തു. നമുക്കറിയാം അയാൾ കൊണ്ടുവരുന്ന ഒന്ന് ക്യാഷാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാഷിൽ 8 ലക്ഷം രൂപ ബിസിനസ്സിൽ വരും. ദെൻ പിന്നെ കൊണ്ടുവരുന്ന അസറ്റ് ഏതാണ്? സ്റ്റോക്കാണ്. സ്റ്റോക്കിൽ എത്ര വരും? 50,000 സ്റ്റോക്ക് വരും. ഇങ്ങനെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന
ഈ ടോട്ടൽ എമൗണ്ടിനെ പറയുന്ന പേരാണ് ക്യാപിറ്റൽ. ഒരു ഓണർ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന ടോട്ടൽ എമൗണ്ടിനെ പറയുന്ന പേരാണ് ക്യാപിറ്റൽ. അപ്പോൾ ഇയാളുടെ ക്യാപിറ്റൽ എത്രയാണ്? 8,50,000. അപ്പോൾ ഈ ഈക്വൽ സിമ്പലിൻ്റെ വലതു ഭാഗത്ത് 8,50,000 വന്നു. അതിൻ്റെ ഇടത് ഭാഗത്ത് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ 8,50,000 വന്നിട്ടുണ്ട്. ദെൻ ഇനി രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നോക്കാം. രണ്ടാമത്തെ ട്രാൻസാക്ഷനിൽ പറയുന്നത് പർച്ചേസ്ഡ് മെഷീനറി ഫോർ ₹3 lakh ബൈ പേയിങ് ₹15,000 ഇൻ ക്യാഷ് ആൻഡ് ബാലൻസ് അറ്റ് എ ലേറ്റർ ഡേറ്റ്. അങ്ങനെ ബിസിനസ് തുടങ്ങി ഒരു മെഷീനറി അവർ പർച്ചേസ് ചെയ്യണം. 3 ലക്ഷം രൂപ വിലയുള്ള മെഷീനറിയാണ്. 15,000 രൂപ ഉടനെ പേയ്മെൻറ്റ് നടത്തും. ബാക്കിയുള്ള 2,85,000 രൂപ ഒരു ലേറ്റർ ഡേറ്റ് എന്നാണ് പിന്നീടാണ് കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബാധ്യത വരാൻ പോവാണ്. എന്തൊക്കെ മാറ്റങ്ങളാണ് വരിക? ഒന്ന്, നമുക്ക് പുതിയതായിട്ടൊരു അസറ്റ് കിട്ടും. അതേസമയം നമ്മളുടെ കയ്യിലുള്ള ക്യാഷ് എന്ത് ചെയ്യും? കുറയും. 15,000 രൂപ ക്യാഷ് കുറയും. നോക്കുക, ക്യാഷിൽ 15,000 കുറവ് വരും. അതേസമയം മെഷീനറി എന്ന് പറയുന്ന ഒരു അസറ്റ് നമുക്ക് കൂടും. പ്ലസ്, ഇവിടെ ഞാൻ മൈനസ് എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇവിടെ 3 ലക്ഷം രൂപയുടെ മെഷീനറി വർദ്ധിക്കും. അതേസമയം മുഴുവൻ എമൗണ്ട് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കാത്തത് കാരണം നമുക്ക് പുതിയൊരു ബാധ്യത വരുന്നുണ്ട്. എത്രയാണത്? 2,85,000. ഇപ്പോൾ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഓരോ അക്കൗണ്ടുകളും അതിലെ എമൗണ്ടുകളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതണം. അങ്ങനെ വരുമ്പോൾ ക്യാഷ് 8 ലക്ഷം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 15,000 രൂപ നമ്മൾ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ബാക്കി വരുന്നതാണ് 7,80,000. സ്റ്റോക്കിൽ മാറ്റങ്ങളൊന്നും വരുന്നില്ല. മെഷീനറി 3 ലക്ഷം വരുന്നുണ്ട്. ദെൻ മറ്റ് അസറ്റുകളൊന്നും ഇതുവരെ ഇഫക്റ്റ് ഒന്നും ഇല്ല, മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ലയബിലിറ്റീസ് 2,80,000, ക്യാപിറ്റൽ 8,50,000. ഇനി മൂന്നാമത്തെ ട്രാൻസാക്ഷൻ നോക്കാം. ഡെപ്പോസിറ്റഡ് ₹6 lakh ഇൻ ടു ദ ബാങ്ക്. 6 ലക്ഷം രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. എന്താ മാറ്റം വരിക? മാറ്റം വരുന്നത് നമ്മളെ കയ്യിലുള്ള ക്യാഷ് കുറയും. എത്ര കുറയും? 6 ലക്ഷം രൂപ കുറയും. അപ്പോൾ 3 നമ്പർ ഇട്ടു. ക്യാഷിൽ -6 ലക്ഷം. കാരണം നമ്മൾ 6 ലക്ഷം രൂപ പേയ്മെൻറ്റ് നടത്തണം, ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ബാങ്കിൽ 6 ലക്ഷം രൂപ വർദ്ധിക്കും, കൂടും. അപ്പോൾ ക്യാഷിൽ 6 ലക്ഷം രൂപ കുറയും, അതേസമയം അത് ബാങ്കിൽ കൂടും. ഇതാണ് ഈ ട്രാൻസാക്ഷൻ്റെ ഇഫക്റ്റ്. വീണ്ടും നമ്മൾ അണ്ടർലൈൻ ചെയ്ത് ക്യാഷിൽ 6 ലക്ഷം രൂപ കുറയും, ബാക്കി ഉണ്ടാവുന്നത് 1,80,000. സ്റ്റോക്ക് സെയിം എമൗണ്ടാണ്. മെഷീനറിയിൽ മാറ്റങ്ങളൊന്നുമില്ല. ബാങ്ക് നേരത്തെ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ 6 ലക്ഷം രൂപ ബാങ്കിൽ വരുന്നുണ്ട്. ലയബിലിറ്റീസിൽ ഈ ട്രാൻസാക്ഷനിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഈ നാലാമത്തെ ട്രാൻസാക്ഷൻ നോക്കാം. പർച്ചേസ്ഡ് ഓഫീസ് ഫർണിച്ചർ ഫോർ ₹1 lakh ആൻഡ് മെയ്ഡ് പേയ്മെൻറ്റ് ബൈ ചെക്ക്. 1 ലക്ഷം രൂപയുടെ ഫർണിച്ചർ വാങ്ങി, ഇതിൻ്റെ പേയ്മെൻറ്റ് നടത്തിയ സമയത്ത് ചെക്കാണ് കൊടുത്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ബാങ്കിൽ നിന്നാണ് ആ പൈസ പോകുന്നത്. ഇപ്പോൾ 4 നമ്പർ ഇടുക. ക്യാഷിൽ മാറ്റം വരുന്നില്ല, കാരണം ക്യാഷ് നമ്മൾ കൊടുത്തിട്ടില്ല. സ്റ്റോക്കിൽ മാറ്റമില്ല, മെഷീനറി വരുന്നില്ല. ബാങ്കിൽ 1 ലക്ഷം രൂപ കുറയും, -1 ലക്ഷം. അതേസമയം നമുക്ക് പുതിയൊരു അസറ്റ് വരുന്നുണ്ട്. എന്താണ്? ഫർണിച്ചർ. 1 ലക്ഷം കൂടും. മറ്റ് അക്കൗണ്ടുകൾക്കൊന്നും മാറ്റങ്ങളില്ല. വീണ്ടും നമ്മൾ അണ്ടർലൈൻ ചെയ്യുന്നു. ക്യാഷും സ്റ്റോക്കും മെഷീനറിയും മാറ്റങ്ങളില്ലാതെ തുടരും. ബാങ്ക് 6 ലക്ഷത്തിൽ നിന്ന് 1 ലക്ഷം രൂപ കുറയും. ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാങ്കിൽ ബാലൻസ് കുറയും, 5 ലക്ഷം. ഫർണിച്ചർ 1 ലക്ഷം. ലയബിലിറ്റി സൈഡിൽ മാറ്റമില്ല, ക്യാപിറ്റലും മാറ്റം വരുന്നില്ല. അടുത്ത ട്രാൻസാക്ഷൻ പർച്ചേസ്ഡ് ഗുഡ്സ് വർത്ത് ₹80,000 ഫോർ ക്യാഷ് ആൻഡ് ഫോർ ₹35,000 ഇൻ ക്രെഡിറ്റ്. 80,000 രൂപയുടെ സാധനങ്ങൾ ക്യാഷ് കൊടുത്തും 35,000 രൂപയുടെ സാധനങ്ങൾ കടമായും നമ്മൾ പർച്ചേസ് ചെയ്തു. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്യാഷ് കൊടുത്തിട്ടുണ്ട്. എത്ര? 80,000 രൂപ ക്യാഷ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ക്യാഷ് 80,000 കുറയും, -80,000. സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റോക്ക് വർദ്ധിക്കും. എത്ര സ്റ്റോക്ക് വർദ്ധിക്കും? 1,15,000 രൂപയുടെ സ്റ്റോക്ക് നമുക്ക്
ബിസിനസ്സിൽ വരികയാണ്. പ്ലസ് 1,15,000. അതേസമയം നമുക്കൊരു ലയബിലിറ്റി വരുന്നുണ്ട്. 35,000 രൂപ നമ്മൾ കൊടുക്കാനുണ്ട്. ബാധ്യത 35,000 കൂടും. ദെൻ അണ്ടർലൈൻ ചെയ്തു. ക്യാഷ് 80,000 രൂപ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ബാക്കി 1,05,000. സ്റ്റോക്ക് കൂടി. നേരത്തെ 50,000 സ്റ്റോക്ക് ഉണ്ടായിരുന്നത്. 1,15,000 ഇപ്പോൾ നമ്മൾ പുതിയ പർച്ചേസ് ചെയ്തപ്പോൾ നമ്മളുടെ സ്റ്റോക്ക് 1,65,000 ആയി. മെഷീനറി, ബാങ്ക്, ഫർണിച്ചർ മാറ്റങ്ങളൊന്നുമില്ല. ലയബിലിറ്റി നമുക്ക് നേരത്തെ 2,85,000 ഉണ്ടായിരുന്നു. അതിനോടുകൂടെ പുതിയൊരു ബാധ്യത കൂടി വന്നു. അങ്ങനെ 3,20,000 ലയബിലിറ്റി ഇപ്പോൾ വരുന്നത്. അടുത്ത ട്രാൻസാക്ഷൻ, ഗുഡ്സ് എമൗണ്ടിങ് ടു ₹45,000 വാസ് സോൾഡ് ഫോർ ₹60,000 ഓൺ ക്യാഷ് സെയിൽസ് ഓൺ ക്യാഷ് ബേസിസ്. അപ്പോൾ 45,000 രൂപ വിലയുള്ള ഗുഡ്സ് 60,000 രൂപക്ക് വിറ്റു എന്ന് പറഞ്ഞാൽ നമുക്ക് 15,000 രൂപ ലാഭം കിട്ടി. എന്തൊക്കെ മാറ്റങ്ങൾ വരും? ക്യാഷ് ബേസിസിലാണ്. അപ്പോൾ നമുക്ക് കസ്റ്റമർ തരുന്നത് 60,000. 60,000 ക്യാഷിൽ വർദ്ധിക്കും, പ്ലസ് 60,000. അതേസമയം 45,000 രൂപയുടെ ഗുഡ്സ് നമ്മൾ വിറ്റുപോയി എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് 45,000 കുറയും, മൈനസ് 45,000. ഇപ്പോൾ ഈ ബിസിനസ്സിൽ അല്ലെങ്കിൽ ഈ ട്രാൻസാക്ഷനിൽ നമുക്ക് 15,000 രൂപ ലാഭം കിട്ടിയിട്ടുണ്ട്. അത് ക്യാപിറ്റലിനോട് കൂടെ കൂട്ടി എഴുതണം. അതാണ് ഈ ട്രാൻസാക്ഷൻസിൻ്റെ ഇഫക്റ്റുകൾ. അപ്പോൾ 1,05,000 കൂടെ 60,000 ക്യാഷ് പുതിയതായിട്ട് കിട്ടിയതാണ്. അത് കൂട്ടി എഴുതിയാൽ 1,65,000. സ്റ്റോക്ക് 1,65,000 നിന്ന് 45,000 രൂപയുടെ സ്റ്റോക്ക് നമ്മൾ വിറ്റാൽ ബാക്കിയുള്ളത് 1,20,000. മറ്റ് അസറ്റുകൾക്കൊന്നും മാറ്റങ്ങളില്ല. ലയബിലിറ്റി ചേഞ്ച് വരുന്നില്ല. ക്യാപിറ്റലിൽ പ്രോഫിറ്റ് കൂട്ടി എഴുതുമ്പോൾ 8,60,000 വരും. അടുത്ത ട്രാൻസാക്ഷൻ, ഗുഡ്സ് കോസ്റ്റിംഗ് ₹80,000 വാസ് സോൾഡ് ഫോർ ₹1,25,000 ഓൺ ക്രെഡിറ്റ്. ഇതും ഒരു സെയിൽസ് ആണ്. 80,000 രൂപയുടെ ഗുഡ്സാണ് വിറ്റിട്ടുള്ളത്. 1,25,000 രൂപക്കാണ് നമ്മൾ അത് കൊടുത്തത് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ലാഭം 45,000 ആണ് ലാഭം. പക്ഷെ ഇവിടെയുള്ള മാറ്റം എന്താണ്? ഇത് ക്രെഡിറ്റ് സെയിൽസ് ആണ്, നമുക്ക് ക്യാഷ് കിട്ടുന്നില്ല. അപ്പോൾ മാറ്റങ്ങൾ നോക്കുക, ക്യാഷിൽ മാറ്റങ്ങളൊന്നും വരുന്നില്ല. അതേസമയം സ്റ്റോക്ക് കുറയുന്നുണ്ട്. എത്ര സ്റ്റോക്ക് കുറയും? 80,000 രൂപയുടെ സ്റ്റോക്കാണ് നമ്മൾ വിറ്റത്. അതുകൊണ്ട് 80,000 രൂപ സ്റ്റോക്കിൽ കുറയും. മെഷീനറിയോ ബാങ്കോ ഫർണിച്ചറോ ഒന്നും മാറ്റം വരുന്നില്ല. ക്രെഡിറ്റ് സെയിൽസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു അസറ്റ് വരികയാണ്. ആ അസറ്റിന് പറയുന്ന പേരെന്താണ്? ഡെറ്റേഴ്സ്. നമുക്ക് പൈസ തരാനുള്ള കസ്റ്റമേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെറ്റേഴ്സ്. അപ്പോൾ ഡെറ്റേഴ്സ് 1,25,000 കൂടുതൽ വരും. ഇതുവരെ നമുക്ക് ഡെറ്റേഴ്സ് ഉണ്ടായിരുന്നില്ല. ദെൻ ലയബിലിറ്റീസിൽ മാറ്റമൊന്നും വരുന്നില്ല. ഈ ബിസിനസ്സിൽ അല്ലെങ്കിൽ ഈ ട്രാൻസാക്ഷനിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ലാഭം 45,000, 45,000 രൂപ ക്യാപിറ്റലിൽ വർദ്ധിക്കും. ഇതാണ് ഈ ട്രാൻസാക്ഷൻ്റെ ഇഫക്റ്റ്. അപ്പോൾ ക്യാഷ് സെയിം ആണ്. സ്റ്റോക്ക് 1,20,000 ഉള്ളത് 80,000 കുറച്ചു, ബാക്കി ഇനി 40,000 വരുന്നത്. മറ്റ് ഫിക്സഡ് അസറ്റുകൾക്കൊന്നും മാറ്റമല്ല. പുതിയൊരു അസറ്റ് സൺട്രി ഡെറ്റേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ലയബിലിറ്റീസ് അതുപോലെ തന്നെ എഴുതി. ക്യാപിറ്റൽ വീണ്ടും കൂടി, കാരണം 45,000 രൂപ ലാഭം കിട്ടിയിട്ടുണ്ട്. അടുത്ത ട്രാൻസാക്ഷൻ, ചെക്ക് ഇഷ്യൂഡ് ടു ദ സപ്ലയർ ഓഫ് ഗുഡ്സ് വർത്ത് ₹35,000. നേരത്തെ നമ്മൾ ഗുഡ്സ് ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ആ സപ്ലയർക്ക് നമ്മൾ 35,000 രൂപയുടെ ഒരു ചെക്ക് കൊടുക്കുകയാണ്. അതിന് ചെക്ക് കൊടുക്കുന്ന സമയത്ത് ഏതൊക്കെ അക്കൗണ്ടുകളിൽ മാറ്റം വരും എന്ന് നമുക്ക് പരിശോധിക്കാം. ക്യാഷിൽ മാറ്റം വരുന്നില്ല. സ്റ്റോക്ക്, മെഷീനറി, ബാങ്കിലാണ് മാറ്റം വരുന്നത്. കാരണം നമ്മൾ കൊടുക്കുന്നത് ചെക്കാണ്. 35,000 രൂപ ബാങ്കിലെ ബാലൻസിൽ കുറവ് വരും, മൈനസ് 35,000. ഇങ്ങനെ 35,000 രൂപ നമ്മൾ ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാധ്യതയും കുറയും. 35,000 രൂപയുടെ ബാധ്യതയും കുറയും. ഇതാണ് ഈ ട്രാൻസാക്ഷൻ്റെ ഇഫക്റ്റ്. ഇനി മാറ്റി എഴുതുന്ന സമയത്ത് ഇവിടെ ഒന്നും ചേഞ്ചസ് ഇല്ല. ഇവിടെ നമ്മളെ ബാങ്ക് ബാലൻസ് 35,000 രൂപ കുറയും. ഇനി 4,60,000 ബാങ്ക് ബാലൻസ് വരുന്നത്. അതേപോലെ തന്നെ ലയബിലിറ്റീസിലും 35,000 രൂപ കുറയും. ഇനി നമ്മളുടെ ബാധ്യത 2,80,000 വരുന്നത്. ക്യാപിറ്റലിൽ മാറ്റല്ല. അടുത്ത ട്രാൻസാക്ഷൻ, ചെക്ക് റിസീവ്ഡ് ഫ്രം കസ്റ്റമർ എമൗണ്ടിങ് ടു ₹75,000. നമ്മൾ നേരത്തെ ക്രെഡിറ്റ് സെയിൽസ് നടത്തിയിട്ടുണ്ട്. ഡെറ്റേഴ്സ് ഉണ്ടാവും. 1,25,000 രൂപയുടെ ക്രെഡിറ്റ് സെയിൽസ് നടത്തിയിട്ടുണ്ട്. അതിലൊരു കസ്റ്റമർ നമുക്ക് 75,000 രൂപയുടെ ചെക്ക് നമുക്ക് അവർ തരികയാണ്.
അങ്ങനെ ചെക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബാങ്കിലെ ബാലൻസ് വർദ്ധിക്കും അല്ലേ? ബാങ്കിലെ ബാലൻസ് 75,000 രൂപ വർദ്ധിക്കും. അതേസമയം ഡെറ്റേഴ്സിൽ നിന്ന് അത്രയും എമൗണ്ട് കുറയും. കാരണം നമുക്ക് കിട്ടാനുള്ള എമൗണ്ടിൽ 75,000 രൂപയുടെ കുറവും വരും. ഇതാണ് ഈ ട്രാൻസാക്ഷൻ്റെ ഇഫക്റ്റ്. ഇവിടെ മാറ്റം വരുന്നത് ബാങ്കിൽ മാറ്റം വരും, ബാങ്കിലെ ബാലൻസ് വർദ്ധിക്കും. കാരണം നമ്മൾ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ 4,65,000 കൂടെ 75,000 കൂട്ടി എഴുതിയാൽ 5,40,000. അതേസമയം ഇതൊരു ഡെറ്റർ തന്നിട്ടുള്ള ചെക്കാണ്. ഡെറ്റേഴ്സിലെ എമൗണ്ട് 75,000 കുറയും. ഇനി നമുക്ക് 50,000 രൂപയാണ് ഡെറ്റേഴ്സായിട്ട് വരുന്നത്. മറ്റ് മാറ്റങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഈ അസറ്റുകളെല്ലാം ടോട്ടൽ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അടുത്ത ട്രാൻസാക്ഷനാണ് വിഡ്രോൺ ബൈ ഓണർ ഫോർ പേഴ്സണൽ യൂസ് ₹25,000. ഓണർ സ്വന്തം ആവശ്യത്തിന് വേണ്ടി 25,000 രൂപ പിൻവലിച്ചു. അങ്ങനെ അയാൾ പേഴ്സണൽ പർപ്പസിന് വേണ്ടി വിഡ്രോ ചെയ്യുമ്പോൾ നമ്മളുടെ ക്യാഷ് എന്ത് ചെയ്യും? കുറയും. ബിസിനസ്സിലെ ക്യാഷ് 25,000 കുറയും. സെയിം എമൗണ്ട് ക്യാപിറ്റലിലും കുറയും. ഇതാണ് ഈ 10ാമത്തെ ട്രാൻസാക്ഷൻ്റെ ഇഫക്റ്റ്. ക്യാഷും കുറയും, ക്യാപിറ്റലും കുറയും. അങ്ങനെ വരുമ്പോൾ ക്യാഷ് 1,60,65,000 ഉള്ളത് ഓണർ 25,000 രൂപ വിഡ്രോ ചെയ്താൽ ബാക്കി ഇനി 1,40,000. 9,10,000 ഉണ്ടായിരുന്ന ക്യാപിറ്റലിൽ നിന്ന് ഓണർ 25,000 രൂപ വീട്ടിലേക്ക് അല്ലെങ്കിൽ സ്വന്തം ആവശ്യത്തിന് പിൻവലിച്ചു കഴിഞ്ഞാൽ ഇനി 8,85,000 അയാളുടെ ക്യാപിറ്റൽ. അടുത്ത ട്രാൻസാക്ഷൻ പെയ്ഡ് സാലറി. സാലറി കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ ക്യാഷ് കുറയും. ഇതൊരു എക്സ്പെൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എക്സ്പെൻസുകൾ നമ്മൾ കുറക്കേണ്ടത് ക്യാപിറ്റലിൽ നിന്നാണ്. ഇപ്പോൾ എക്സ്പെൻസും ഇൻകവും പ്രോഫിറ്റും ലോസും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ക്യാപിറ്റലിലാണ്. ക്യാഷ് 10,000 കുറയും, 1,30,000. ക്യാപിറ്റൽ 10,000 കുറയും, 8,70,000. അവസാനത്തെ ട്രാൻസാക്ഷൻ കമ്മീഷൻ റിസീവ്ഡ് ₹1,000. കമ്മീഷൻ നമുക്ക് കിട്ടി, ഒരു ഇൻകമാണ്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ക്യാഷ് വർദ്ധിക്കും. അതേസമയം ഈ ഇൻകം ക്യാപിറ്റലിനോട് കൂടെ കൂട്ടുകയും വേണം. എക്സ്പെൻസ് ക്യാപിറ്റലിൽ നിന്ന് കുറക്കണം, ഇൻകം ആണെങ്കിൽ അത് ക്യാപിറ്റലിനോട് കൂടെ കൂട്ടണം. അങ്ങനെ വരുമ്പോൾ ക്യാഷ് കൂടി, ക്യാപിറ്റലും കൂടി. ഇനി നമുക്ക് ഈ അസറ്റ് സൈഡിലെ എമൗണ്ടുകളൊക്കെ ഒന്ന് ടോട്ടൽ ചെയ്ത് നോക്കാം. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 11,61,000. അതേപോലെ ലയബിലിറ്റിയും ക്യാപിറ്റലും കൂട്ടി നോക്കിയാലും നമുക്ക് 11,61,000 കിട്ടും. ഇങ്ങനെ നമുക്ക് ഓരോ ട്രാൻസാക്ഷൻസ് കഴിയുന്ന സമയത്തും നമുക്ക് ഈ എമൗണ്ടുകൾ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിയാൽ അത് ഈക്വൽ ആയിരിക്കും. അതാണ് ഈ ഇക്വേഷൻ പറയുന്നത്. ഓക്കെ, ഇല്ലുസ്ട്രേഷൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. നേരത്തെ ഇൻട്രൊഡക്ഷനായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഉള്ള അസറ്റുകളുടെ ടോട്ടൽ നമ്മൾ നേരത്തെ കണ്ടു. അസറ്റുകളുടെ ടോട്ടൽ, ആ ടോട്ടലും അതേ സമയത്തുള്ള ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ അതിൻ്റെ ടോട്ടലും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഷോസ് ആൻ ഇക്വാലിറ്റി. അതാണ് ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇത് മറ്റൊരു വിഷയവുമായി ഇനിയും കാണാം.